ഫ്ലവേഴ്സ് ചാനലിൽ നിന്നൊരു കോള് വന്നു. സിദ്ധു എന്ന് പറയുന്ന ക്യാരക്ടർ ആണെന്ന് പറഞ്ഞിട്ട് കോള് വന്നു. അവർ ആക്ച്വലി ഓപ്പൺ ഡേറ്റ് ആണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഇത്ര ദിവസം അവൈലബിൾ ആണോ, എങ്ങനെയാണ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവരോട് ആവശ്യപ്പെട്ടു, എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ എനിക്കൊരു ഓഡീഷൻ വേണം. അത് അവർക്ക് ആവശ്യമില്ലായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, അവരത് അക്സെപ്റ്റ് ചെയ്തു. ഞങ്ങൾ അവിടെ ഒരു ഓഡീഷൻ ചെയ്തു. എന്നിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ്, എനിക്കൊരു തോന്നലുണ്ടായി, ഓക്കെ ഇത് നമുക്ക് ചെയ്ത് തെളിയിക്കാൻ പറ്റും. അപ്പോഴാണ് അവിടെ നിന്ന് അറിയുന്നത് 13 പേരെ ഇവർ നേരത്തെ ഓഡീഷൻ ചെയ്തിരുന്നു. 13 പേര്. അതെനിക്ക് തോന്നുന്നു ഫ്രഷേഴ്സ് ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യം അറിയില്ല. അപ്പൊ 14മനായി വന്നവനാണ് ഞാൻ. കറക്റ്റ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കാണുന്ന പ്രേക്ഷകരാണ് പറയേണ്ടത്, എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. ഇപ്പൊ എന്താണെന്ന് നല്ല രീതിക്ക് വർക്ക് ചെയ്ത് പണിയെടുത്ത് മുന്നോട്ട് പോകുന്നു. ഞാനൊരു പ്രേക്ഷകയാണ് ഉപ്പുമുളകിലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ചില പ്രോഗ്രാംസ് കാണുമ്പോൾ നമ്മൾക്ക് അറിയാവുന്നവരാണ് അതിൽ അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ തോന്നും. അതാണ് അതുപോലത്തെ പ്രോഗ്രാംസിന്, ഇപ്പൊ തട്ടിമുട്ടിയാണെങ്കിൽ ഉപ്പുമുളക്, അങ്ങനത്തെ പ്രോഗ്രാംസിന്റെ പ്രത്യേകത ഏതാണ്? നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന പോലാണല്ലോ നിങ്ങളുടെ സംസാര രീതിയൊക്കെ. അപ്പൊ എന്തായാലും ഉപ്പുമുളക് എന്ന് പറയുന്ന ഓൾറെഡി ഒരു ഫാമിലി ആയിരുന്നു, അതിൽ കുറെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ അതിലേക്കാണ് സിദ്ധാർത്ഥ് പോകുന്നത്. അപ്പൊ അങ്ങനെ പോയപ്പോ ഉണ്ടായിരുന്ന ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഞാൻ കൂടുതലും ഈ സിംഗ് സൗണ്ട് അതായത് സൗണ്ട് അപ്പൊ തന്നെ റെക്കോർഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ പ്രോംപ്റ്റിംഗ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഡബിങ് വരുമ്പോഴേക്കും അതിനകത്തുള്ള ലൈഫ് നഷ്ടപ്പെടുന്നതായിട്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നവർക്കൊക്കെ ഇത് ഇച്ചിരിയും കൂടെ റിയാലിറ്റി തോന്നുന്നത്. അതെ അതെ. അപ്പൊ അതാണ് മെയിൻ ഘടകം, സിംഗ് സൗണ്ട്. പിന്നെ ഇവരുടെ ഉപ്പുമുളകിന് മേക്കിംഗ് സ്റ്റൈലും അതിന്റെ ടെക്നിക്കൽ ക്രൂ എല്ലാം ബ്രില്യന്റ് ആൾക്കാരാണ്. ഫ്ലവേഴ്സിന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ പക്കയാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് ആണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ കാരണം. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യുന്നത്. അപ്പൊ അതില് നന്ദൂട്ടിയൊക്കെ ആണെങ്കിൽ, നന്ദൂട്ടി സിദ്ധാർത്ഥിന്റെ ഒക്കെ ഒരു കോമ്പ് ഭയങ്കര രസമുണ്ട്. നന്ദൂട്ടിയൊക്കെ ശരിക്കും എങ്ങനെ സെറ്റില് ഭയങ്കര കുറുമ്പിയാണ്. ഞാനൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. തിരിച്ച് നമുക്ക് പോലും എങ്ങനെ സംസാരിക്കുമെന്ന് പോലും ഒരു ഐഡിയ പറ്റത്തില്ല. പക്ഷെ ഭയങ്കര ക്യൂട്ടാണ്. അയ്യോ, നമുക്ക് എടുത്തിങ്ങനെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന തരത്തിലൊരാളാണ്. എന്റെ മോളാണ് അതിനകത്ത്. അതെ. അപ്പൊ പിന്നെ ശരിക്കും കുറച്ചും കൂടി ഒരു ഇതുണ്ടല്ലോ. അതാണ് ഒരു അച്ഛൻ മോള് കോംബോ ഭയങ്കരമായിട്ട് അത് വർക്ക്ഔട്ട് ആവുന്നത്. ആദ്യം സംശയിച്ചിരുന്നു ഈ അച്ഛൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് എത്താനുള്ള ഒരു പ്രായം എനിക്ക് ആയോ. എത്ര വയസ്സുണ്ട്? നേരത്തെ എന്താ പറഞ്ഞ വയസ്സ് പറയാൻ പറ്റത്തില്ലല്ലേ? എന്നാ ഞാൻ പറയാം, കുഴപ്പമില്ല. എനിക്ക് റീസെന്റ് ഇപ്പം October 23rd 26 ആയി. നമുക്ക് ഒരു പ്രായ ചേച്ചിന്നപ്പോ വിളിക്കണ്ട. ഇപ്പൊ പ്രായം പറഞ്ഞല്ലോ. ഇപ്പൊ പറഞ്ഞു. ഞാൻ ചേച്ചി എനിക്ക് നല്ല പ്രായം ഉണ്ടാവുന്നേ, അതുകൊണ്ട് അപ്പൊ കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ അതാണ് നന്ദൂട്ടി. അപ്പൊ അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് ഉപ്പുമുളകിൽ അല്ലേ? അപ്പൊ ഉപ്പുമുളകിലേക്ക് പോകുമ്പോ ശരിക്കും ഒരു ഫാമിലി പോലെ, കാരണം തട്ടിമുട്ടിയിൽ അങ്ങനെ ആയിരുന്നല്ലോ, ഒരു ഫാമിലി വൈബ് ആയിരുന്നു. ഇപ്പൊ സൂസു ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വന്നു. ഇപ്പോഴും ഒരു ഫാമിലി വൈബാണ്. പിന്നെ സിദ്ധാർത്ഥിൽ ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ 3 സിറ്റ്കോമും വളരെ ഹിറ്റായിട്ട് പോകുന്നതാണ്. അതില് സിദ്ധാർത്ഥ് വളരെ റോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ സിറ്റ്കോമിന് പറ്റിയ ഒരാളാണ് സിദ്ധാർത്ഥ്. ഐ മീൻ അങ്ങനെയല്ല, ബട്ട് സ്റ്റിൽ ഇതുപോലെ ഇപ്പൊ എന്നാലോചിക്ക്, തട്ടിയും മുട്ടിയും എത്രയോ വർഷം മുമ്പാണ്, കൊച്ചു ആയിരുന്നപ്പോഴേ തൊട്ട് തുടങ്ങിയതല്ലേ. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, തട്ടിമുട്ടിയിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എന്റെ പ്രായം 12 ആണ്. 12 മുതൽ 22 വയസ്സ് വരെയുള്ള ജേർണി തട്ടിമുട്ടിയുടെ കൂടെയായിരുന്നു. അതായത് ഒരു പയ്യന്റെ ക്യാരക്ടർ, അതായത് ഒരു 12 വയസ്സ് ടു 22 വയസ്സ് വരെ. അതിനുശേഷം 22 to 25 സൂസുല് പോയി. അപ്പൊ ഒരു മാൻ മെറ്റീരിയലിലോട്ട് മാറി. ആ കിഡ് എന്നുള്ളത് മാറി, അത് സൂസുല് യൂട്ടിലൈസ്ഡ് ആയി. അത് കഴിഞ്ഞിട്ടുള്ള വെർഷനാണ് ഇപ്പൊ ഉപ്പുമുളകിൽ യൂട്ടിലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇച്ചിരിയും കൂടി നെക്സ്റ്റ് ഭാര്യയായി, കൊച്ചായി, ഇനി അപ്പൂപ്പൻ അങ്ങനെയൊക്കെ പോകുന്നതാണ്. എനിക്ക് അറിയത്തില്ല, കയ്യിലാണ്. അടുത്ത സിറ്റ്കോമിൽ പറയാൻ പറ്റില്ല. ഞാൻ അതൊക്കെ ഫിലിംസിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്, അത് സ്റ്റോക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ അതൊരു രസമുള്ള കാര്യമല്ലേ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും പലർക്കും അറിയില്ല. എനിക്ക് തട്ടിമുട്ടിയിലൂടെയാണ് സിദ്ധാർത്ഥിനെ കൂടുതലും അറിയുന്നത്. പക്ഷെ വെറുതെ അല്ല ഭാര്യ തൊട്ട് തുടങ്ങിയതാണല്ലേ. വെറുതെ അല്ല ഭാര്യ ശരിക്കും കുട്ടിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് അപ്പനെയും അമ്മേനെയും ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല രണ്ടുപേരും നല്ല. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു തട്ടിമുട്ടിയിലും സിദ്ധാർത്ഥ് ഇത് രണ്ടും സെയിം ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഭാഗ്യലക്ഷ്മി മീനാക്ഷി ആയിട്ട് ചെയ്യുന്നത് ചേച്ചി, ഇതൊന്നും എനിക്കറിയില്ല. പിന്നീട് വന്നപ്പോഴാണ് മനസ്സിലായി ഇതൊക്കെ അതെ ഓൺ സിസ്റ്റർ ആണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഭാഗ്യലക്ഷ്മി എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ UK-ലാണ്, നേഴ്സാണ് പുള്ളിക്കാരി, വർക്ക് ചെയ്യുന്നു. ഒരു നെക്സ്റ്റ് നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ട്. അപ്പൊ അതുപോലെ ഒരു സിറ്റ്കോം അല്ലെങ്കിൽ ഒരു മൂവിലൊക്കെ പ്രതീക്ഷിക്കാമോ? അറിയില്ല, അത് പറയാൻ പറ്റത്തില്ല. അറിയില്ല. ഓക്കെ. ഇപ്പൊ നമ്മള് ഇപ്പൊ തട്ടിമുട്ടിയിലേക്ക് തിരിച്ചു വരുമ്പോ ഞാൻ പറഞ്ഞ പോലെ അത്രയും ചെറിയ പ്രായമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റ്കോം ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആളുകളിലേക്ക് എത്തുമ്പോ ആളുകൾക്ക് അതൊരു രസമായിട്ട് തോന്നണല്ലോ. അപ്പൊ നമ്മൾക്ക് സിറ്റ്കോമിന്റെ കറക്റ്റ് ഫുൾ ഫോം അറിയോ? അയ്യോ, ഇങ്ങനൊന്നും ചോദിക്കില്ല, എന്നെ ഏറെ കയറ്റാനാണോ?
സിറ്റ്കോം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു റിയൽ ലൈഫ് സ്റ്റോറി നമ്മൾ ഹാസ്യം രീതിയിൽ സിറ്റുവേഷൻ കോമഡി Comedy, എന്നുള്ളതാണ് അതെ. അതിന്റെ കറക്റ്റ് Yes. ടേം. അതായത് ആ അവിടെ ഉണ്ടാവുന്ന സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ 3 പ്രൊജക്ടിലും പ്രത്യേകിച്ച് കഥയോ അല്ലെങ്കിൽ പ്രതികാര കഥയോ അങ്ങനെ ഒന്നും പറയാനില്ല. ആ ഒരു സിറ്റുവേഷനും അതനുസരിച്ച് വരുന്ന കുറച്ച് കാര്യങ്ങളും ഒരു 23-24 മിനിറ്റ് കോണ്ടന്റിൽ നമ്മൾ ഒതുക്കി ലൈവ് ആക്കി പോകും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും തട്ടിമുട്ടിയിൽ എന്ന് പറയുമ്പോൾ അത്രയും ചെറിയ പ്രായത്തില് ഇപ്പൊ സിദ്ധാർത്ഥ തന്നെ പറഞ്ഞു 12 വയസ്സിലാണെന്ന്. അപ്പൊ ആ ഒരു പ്രായത്തില് തട്ടിമുട്ടിയും പോലത്തെ ഒരു പ്രോഗ്രാം, അതും ലെജൻഡറി ആർട്ടിസ്റ്റ് ഉള്ള അങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ വരുമ്പോ നമ്മളൊരു ഹാസ്യമായിട്ടാണ് ചെയ്യുന്നത്. നമ്മളൊരു റിയൽ ലൈഫ് സ്റ്റോറി പോലെ ആണെങ്കിലും അത് ആളുകളിൽ ഒരു രസം ഉണ്ടാക്കുന്ന ഒരു കൈൻഡ് ഓഫ് സംഭവമാണത്. അപ്പൊ സിദ്ധാർത്ഥിന് അറിയാമായിരുന്നു ഇത് വർക്ക്ഔട്ട് ആവോ ഇല്ലയോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ ആ ടൈമില്? ഇല്ല, ഈ പറഞ്ഞ വെറുതെ ഭാര്യ കഴിഞ്ഞ് തട്ടിമുട്ടിയുടെ ഫസ്റ്റ് ഡേ ഷൂട്ടില് ഞാനും എന്റെ സിസ്റ്ററും അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണല്ലോ സിബ്ലിങ്സ് ആയിട്ട് അതിനകത്തും ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആക്ടിങ്ങോ അല്ലെങ്കിൽ ഇത് ഡയലോഗ് എങ്ങനെ പറയണോന്നോ ഇതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ വർക്ക് ചെയ്ത് ഈ പറഞ്ഞ ലെജൻഡറി ആക്ടേഴ്സ് എന്ന് പറഞ്ഞപ്പോ ലളിതാമ്മയുടെ ഒക്കെ നമ്മളെയൊക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതിനകത്തോട്ട് എത്തിച്ച് നമ്മൾ ഈ ഫുൾ ടീമുമായിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ മഞ്ജു ചേച്ചി, അച്ഛനായിട്ട് കേട്ടുള്ള ജയൻ ചേട്ടൻ, അവിടുത്തെ ക്രൂ, ഡയറക്ടർ, എല്ലാ ആൾക്കാരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ട്രെയിൻ ചെയ്ത് എടുത്തതാണ് ഇവിടം വരെ ഇപ്പോഴത്തെ സിദ്ധാർത്ഥ ആക്കി എടുത്തതിൽ. അപ്പൊ അതിലും ഒരു പങ്കുണ്ടല്ലേ? ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. ലൈക്ക് ഇപ്പൊ സിദ്ധാർത്ഥിനെ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഉപ്പുമുളകിലെ ലച്ചുവിന്റെ കൂടെയുള്ള കുറച്ച്, ലച്ചു, നന്ദൂട്ടി അവരുടെ കൂടെയുള്ള കുറച്ച് സീൻസ്, പിന്നെ അതിന്റെ തൊട്ട് താഴെ സൂസു, അനുമോളുടെ കൂടെയുള്ള കുറച്ച് സീൻസ്, അതിന്റെ താഴെ വളരെ കുട്ടിയായിരുന്നപ്പോ കന്നഡ വെച്ച് ലളിതാമ്മയുടെ അടുത്ത് സംസാരിക്കുന്ന സീൻ. അപ്പൊ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നല്ലേ. എനിക്കിപ്പോ ഒരു പ്രായത്തിന്റെ എന്റെ ഈ ഒരു പ്രായത്തിൽ ഞാൻ എങ്ങനെ ഇരുന്നു എന്ന് അറിയണമെങ്കിൽ ഞാൻ ആ പർട്ടിക്കുലർ പ്രൊജക്ട് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഗെറ്റപ്പ് നമുക്ക് മനസ്സിലാവാൻ പറ്റും. നമ്മൾ എന്തോരം ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നല്ലേ. ട്രാൻസ്ഫോർമേഷൻ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠനവും ഇപ്പൊ സൂസും ഒക്കെ ചെയ്ത് അത്യാവശ്യം നല്ല രീതിക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ചെയ്യുന്ന ഒരാളുമാണ്. വെയിറ്റ് 110 വരെ അങ്ങ് കയറി ഭയങ്കര ഒബീസ് ആയിട്ട്. അപ്പൊ ഞാനൊരു 7 മാസം മൊത്തത്തിൽ ബ്രേക്ക് എടുത്ത് ഒന്ന് വർക്കൗട്ടൊക്കെ കറക്റ്റ് ആക്കി 95-96 ഇപ്പൊ എത്തിച്ചു. പക്ഷെ എനിക്കൊരു 80-85 എത്തിക്കണമെന്നാണ് ഇനി എന്റെ ആഗ്രഹം. ഇപ്പൊ കറക്റ്റ് ആയാലും ഇനിയും കുറച്ചുകൂടി കുറയ്ക്കണം എന്നല്ലേ? കുറച്ചും കൂടി ഒന്ന് ഫിറ്റ് ആവണം അല്ലേ? ഓക്കെ. ഇപ്പൊ ഇതിലിപ്പോ തട്ടിമുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോ ലളിതാമ്മ ചീത്ത വരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ലളിതാമ്മ ചിക്കൻ ബോക്സ് വന്നാലും വർക്ക് ചെയ്യാൻ പോയിട്ടുള്ള ഒരാളാണെന്ന്. ലളിതാമ്മ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളാണ്, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, അത്രയും ഒരു ലെജൻഡറി ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ശരിക്കും ഒരു ഭാഗ്യം തന്നെയാണ് അല്ലേ? പിന്നെ എങ്ങനെയാണ് ലളിതാമ്മയിൽ നിന്നും പഠിച്ച ഏറ്റവും വലിയൊരു ലെസൺ, അല്ലെങ്കിൽ ലളിതാമ്മയെ പറ്റി എന്താ പറയാനുള്ളത് സിദ്ധാർത്ഥ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലളിതാമ്മയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമായിട്ട് മലയാള സിനിമയുടെ അമ്മ തന്നെയാണെന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും. കാരണം ലളിതാമ്മ ലൊക്കേഷനിൽ വന്നാൽ തന്നെ കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ഓറ ഫീൽ ചെയ്യും നമുക്ക് എല്ലാവർക്കും. അമ്മ അഭിനയിക്കുന്ന രീതി, അമ്മ ആൾക്കാരോട് സംസാരിക്കുന്ന രീതി, അമ്മ വർക്കിനെ എത്രത്തോളം കാര്യമായിട്ട് കാണുന്നുണ്ടെന്നുള്ള രീതി, ഇതൊക്കെ തന്നെയാണ് നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് ബഹുമാനം തോന്നിപ്പിക്കുന്നത്. അതെ, ചിലർക്ക് ഒരു ഓറ ഉണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ലളിതാമ്മയ്ക്ക് അത് ശരിക്കും ഉണ്ട്. നമുക്ക് ഇപ്പൊ സിദ്ധാർത്ഥ് പറഞ്ഞ കറക്റ്റ്, ലളിതാമ്മ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലിരിക്കുന്ന നമ്മുടെ അമ്മ തന്നെ സംസാരിക്കുന്ന ഒരു ഫീലിലോട്ട് എത്തും. അതെ, അങ്ങനെ തന്നെയാണ് മല്ലികാമ്മ ആക്ച്വലി നമ്മുടെ മൈൽ സ്റ്റോണിന്റെ ഒരു ഫാമിലി മെമ്പറും. എനിക്കറിയാം മല്ലികാമ്മയ്ക്ക് നിങ്ങളുടെ തോന്നുന്നു ഒരു ഇന്റർവ്യൂവിൽ ഞാനൊരു ബൈറ്റ് കൊടുത്തിരുന്നു സൂസുവിന്റെ സമയത്ത്. ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ഞാൻ ആ ഫോട്ടോയ്ക്ക് ലൈക്കും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു